പ്രിലിംസ് ജയിക്കും, പക്ഷെ മെയിൻസ് തോൽക്കും. ധാരാളം PSC ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണത്. വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ എഴുതിയിട്ട് പോലും പലരും പ്രിലിംസ് പാസ്സാവാറുണ്ട്. പക്ഷെ അത്യാവശ്യം നന്നായി പ്രിപ്പയർ ചെയ്തിട്ടും മെയിൻസിൽ അവർക്ക് അടിത്തെറ്റും. ഇതൊരു വിരോധാഭാസം അല്ലെങ്കിൽ ഒരു പ്രഹേളികയാണല്ലേ? പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള പരിഹാരവും കണ്ടെത്താൻ സാധിക്കും. പ്രിലിംസും മെയിൻസും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള യുദ്ധഭൂമികളാണ്. പ്രിലിംസ് കൂടുതലും ഫാക്ച്വൽ ഡേറ്റ ആയിരിക്കും, നമ്മുടെ ഓർമ്മശക്തി അളക്കുന്ന ഒരു പരീക്ഷയാണ്. പക്ഷെ മെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ അനലിറ്റിക്കൽ സ്കിൽ അല്ലെങ്കിൽ വിശകലനാത്മകമായ ചിന്താഗതി ചെക്ക് ചെയ്യുന്ന നമ്മുടെ ടൈം മാനേജ്മെന്റും സ്ട്രെസ് മാനേജ്മെന്റും അളക്കുന്ന ഒരു ഘട്ടമാണ്. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്താണെന്നറിയോ? പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ മെയിൻസ് എക്സാമിന് വേണ്ടി മാത്രമേ പഠിക്കാവൂ. അപ്പോൾ പ്രിലിംസ് സിലബസ് ഓട്ടോമാറ്റിക്കായി അതിനകത്ത് കവേർഡ് ആയിക്കോളും. പ്രിലിംസ് നിങ്ങൾ ഓട്ടോമാറ്റിക്കായി പാസ് ആവുകയും ചെയ്യും. മെയിൻസ് നല്ല രീതിയിൽ എഴുതാനും സാധിക്കും. പല ആൾക്കാരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഒന്ന് പ്രിലിംസ് പാസ്സായതിനു ശേഷം മെയിൻസിന് വേണ്ടി പഠിക്കണമെന്നാണ്. അങ്ങനെയല്ല, ഇന്റഗ്രേറ്റഡ് ആയിട്ട് വേണം പഠിക്കാൻ. മെയിൻസിന് വേണ്ടി തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ പ്രിലിംസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ് 50 മാർക്ക് പ്രിലിംസിൽ ഈ ടോപ്പിക്കിൽ നിന്നാണ്. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പോലും നല്ല രീതിയിൽ പ്രിലിംസിന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ GK വിഷയങ്ങളും കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ നല്ല മാർജിനിൽ തന്നെ പ്രിലിംസ് നമുക്ക് ജയിക്കാം. പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ അവിടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. ഇംഗ്ലീഷിന്റെ മാത്സ്, മലയാളം, റീസണിങ്ങിന്റെ വെയിറ്റേജ് കുറവാണ്. കൂടുതൽ ആഴത്തിലുള്ള ചോദ്യങ്ങളാണ് അവിടെ വരുന്നത്. എലിമിനേഷൻ ടെക്നിക്സിന് ഏറ്റവും അധികം സാധ്യതയുള്ളത് മെയിൻസ് പരീക്ഷകളിലാണ്. ഈ രീതിയിൽ നിങ്ങളുടെ പഠനം മാറ്റിയാലാണ് നമുക്ക് പരീക്ഷ ജയിക്കാൻ സാധിക്കുക. നിങ്ങൾ പ്രിലിംസ് പാസ്സാവാൻ വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത്, റാങ്ക് ലിസ്റ്റിൽ എത്താനാണ്. പ്രിലിംസിലെ നിങ്ങളുടെ മാർക്ക് വെറും ക്വാളിഫയിങ്, അതിൽ എത്ര മാർക്ക് കൂടുതൽ വാങ്ങിച്ചാലും നിങ്ങളുടെ റാങ്കിനെ അത് ബാധിക്കില്ല. പക്ഷെ മെയിൻസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്കിനെയും അഡ്വൈസ് നമ്പറിനെയും ഭാവിയിൽ നിങ്ങൾക്ക് ആ ജോലിയിൽ കിട്ടാൻ പോകുന്ന പ്രൊമോഷനെ പോലും ബാധിക്കും. ഇപ്പൊ ഞങ്ങൾ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും ഞങ്ങൾ പ്രിലിംസിന് മാത്രം എന്നുള്ള രീതിയിൽ പഠിപ്പിക്കാറില്ല. കാര്യം പ്രിലിംസിനെ പഠിപ്പിക്കുന്നതിനോടൊപ്പം ഒരു 10-20% എക്സ്ട്രാ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് മെയിൻസ് നിലവാരത്തിൽ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ സാധിക്കും. കുറച്ച് ആഴത്തിൽ വിശകലനാത്മകമായി മെയിൻസ് നിലവാരത്തിൽ തന്നെ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ എത്താം. അല്ലാതെ പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസിനെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം കിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, മെയിൻസിൽ നല്ല മാർക്ക് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതലും നേരത്തെ പഠിച്ചു തുടങ്ങിയവരാണ്. 99% ആൾക്കാരും പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ, അതായത് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്ന ആൾക്കാർ ഡേ 1 മുതൽ മെയിൻസിന് വേണ്ടി തന്നെയായിരിക്കും പഠിച്ചു തുടങ്ങുക. ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ബാച്ചുകൾ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ മെയിൻസ് നിലവാരത്തിൽ തന്നെ അത് കവർ ചെയ്യും. ഈവൻ നിങ്ങൾ പ്രിലിംസ് ബാച്ചിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ പോലും മെയിൻസ് നിലവാരത്തിലായിരിക്കും ആ ടോപ്പിക്കുകൾ എടുക്കുക. അതുകൊണ്ട് തന്നെ പ്രിലിംസിന് ശേഷം ഉള്ള വളരെ കുറച്ച് സമയം നമുക്ക് എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്ത് മെയിൻസിന് കൂടുതൽ പഴുതടച്ച് തയ്യാറെടുക്കാൻ സാധിക്കും. പുഷ് ദ കോമ്പറ്റീഷൻ.